നമ്മുടെ ചുറ്റുപാടിലായാലും ഇപ്പോൾ ന്യൂസിലായാലും നാട് ഫുള്ളും കൂടുതൽ ആത്മഹത്യ, സൂയിസൈഡ്, അതേമാതിരി ബോയ്സിൻ്റെ സ്ട്രഗിളിങ് എല്ലാമാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ട്രെസ്സ്, അതൊക്കെയാണ് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് സൂയിസൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടുള്ള അതിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജിൻ്റെ പ്രായത്തിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, 18 ടു അല്ലെങ്കിൽ 23 അല്ലെങ്കിൽ 25 ഇതിൻ്റെ ഇടയിലുള്ള ഏജിലുള്ള ബോയ്സിനായിക്കോളെ, ബോയ്സിന് കേട്ടോ, ഗേൾസിനെല്ലാം ഞാൻ പറയുന്നത് ബോയ്സിന്. അപ്പോൾ ബോയ്സിന് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ട്. കാരണം അവർക്ക് ഫാമിലി വക മീൻസ് അവർക്ക് ഇനി തുടർന്ന് എന്ത് പഠിക്കണം, അതുമാതിരി തന്നെ തുടർന്ന് അവർക്ക് ജോലി എന്താവും, അതൊക്കെ കൂടി ആലോചിച്ചിട്ട് ലൈക്ക് അവർക്ക് രാത്രി ഉറക്കം നഷ്ടപ്പെടുന്ന സിറ്റുവേഷനൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേമാതിരി തന്നെ അതിൻ്റെ ഇടയിൽ തന്നെ അവർക്ക് അതാണ് ഇപ്പോൾ ഹേർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ അതേമാതിരി തന്നെ സിറ്റുവേഷനിൽ നമ്മുടെ പൈസ ഇല്ല എന്നും ചിന്തിച്ച് കുറേ പേര് തല ഉണ്ടാക്കും. കാരണം അവരുടെ സിറ്റുവേഷൻ അതായിരിക്കും. കാരണം കുടുംബത്തിൽ പൈസ ഇല്ല, അവർക്ക് നാളെ മേലൊക്കെ എന്ത് ചെയ്യും, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തളയാതെ മുന്നോട്ട് പോകുക. കാരണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഇപ്പോൾ ഫേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, നിങ്ങളൊന്നും എത്തിപ്പെടില്ല. ഇനി നാളെ നിങ്ങളുടെ മുന്നിൽ ലക്ഷക്കണക്കിന് ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ട് പറ്റും. നാളെ ഒരു ദിവസം ഉറപ്പായിട്ട് നിങ്ങൾ വിജയിക്കും. ആ വിജയത്തിന് കൂടെ എല്ലാവരും, ഇപ്പം നിങ്ങളുടെ കൂടെ ആരും നിന്നില്ലെങ്കിലും ആ വിജയം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ എല്ലാവരും നിൽക്കും. നാട്ടുകാർ പറയണതോ വീട്ടുകാർ പറയണോ കുടുംബക്കാർ പറയണോ ഒന്നും നിങ്ങൾ ചെവിക്കൊള്ളുന്നുണ്ടോ. കാരണം വീട്ടുകാർ ചിലപ്പോൾ അവരവൻ്റെ സിറ്റുവേഷൻ കൊണ്ട് അതിനെ ഇത് ചെയ്യും, പഠിക്കേണ്ട, ഈ ജോലി ചെയ്യും, എന്തെങ്കിലും ചെയ്യും, കുടുംബത്തിന് ഇത്ര പ്രാരാബ്ദമുണ്ട്, അത്ര പ്രാരാബ്ദം, അതൊന്നും നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഒരു പ്രാരാബ്ദം ഇന്നുണ്ടാവും, നാളെ ഉണ്ടാവും, ഓക്കെ ശരിയാണ്. ചിലപ്പോൾ ആ സിറ്റുവേഷൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല തരണം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നാളെ മേലാക്ക് ഇന്നേക്ക് പറ്റിയില്ല, നാളെ നിങ്ങളെ കൊണ്ട് പറ്റണ ചെയ്യാം. പിന്നെ സ്ഥാപനം തുടങ്ങണം, നമ്മളെ കൊണ്ട് പറ്റില്ല വിചാരിക്കാൻ പാടില്ല എപ്പോഴും. ഇത് ചിലപ്പോൾ ഇന്നും ഒരു സ്ഥാപനം തുടങ്ങി, ഇന്നിപ്പോൾ ഞാനൊരു കാര്യം പറ്റും, ഞാൻ ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങി, അത് നാളെ മേലൊക്കെ പൊട്ടിപ്പോയി. ആ പൊട്ടിപ്പോയത് കൊണ്ട് ഞാൻ തളരില്ല. കാരണം ഇഞ്ചി ഒരെണ്ണം തുടങ്ങിയിട്ട് അത് വിജയിക്കും. ആ പൊട്ടിപ്പോയിൽ നമ്മൾ ഫ്ലോപ്പായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നമ്മൾ കൊല്ലുകയാണ് അവിടെ. നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല, ഇനി നമ്മൾ വെറുതെ പൈസ കളയാനാണ്. ആ ഒരു ചിന്താഗതി മാറ്റിയിട്ട് മൂവ് ചെയ്യുക. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ അതിന് നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക. നാട്ടുകാരുടെ അടുത്ത് ദയവ് ചെയ്ത് പ്രാർത്ഥിക്കാനോ അല്ല നാട്ടുകാരുടെ അടുത്ത് ദയവ് ചെയ്ത് ചോദിക്കാനോ അഭിപ്രായം കേൾക്കാനോ നിൽക്കണ്ട. ഇന്നിപ്പോൾ അവൻ പറയും നീ അത് ചെയ്യും, അപ്പോൾ നാളെ അവൻ പറയും അത് ചെയ്യണ്ട പറയും. അതൊന്നും നിങ്ങൾ കേൾക്കാനോ ഒന്നിനും നിൽക്കണ്ട. നിങ്ങളെ കൊണ്ട് പറ്റണം നിങ്ങൾ ചെയ്യുക. പിന്നെ ഈ സൂയിസൈഡ് ചെയ്യണ അങ്ങനത്തെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലൊന്നും ആലോചിക്കുക, ഇന്നത്തെ ദിവസം ഒന്ന് കടന്നു പോകും, നാളത്തെ ദിവസം ഇനിയും ഉണ്ട്, ജീവിക്കാനുള്ളത് ജീവിച്ച് തീർക്കുക. എവിടെയും ഒന്നും നടക്കില്ല. നിങ്ങൾക്ക് ഇന്നിപ്പോൾ പറ്റാത്ത സിറ്റുവേഷനാണ് വെച്ച് കഴിഞ്ഞാൽ നാളെ അത് പറ്റും. അത് ചിന്തിച്ചാൽ മതി. അത്രയും. എല്ലാവർക്കും ബൈ ബൈ.